uxy on the boundary of the square in the figure. Evaluate the function uxy satisfying the Laplace equation del square u equal to 0 at the pivotal points of this figure by A. Jacobi's method and B. Gauss-Seidel method. So given the values of uxy on the boundary of the square mesh in the figure, evaluate the function uxy satisfying the Laplace equation del square u equal to 0 at the pivotal points of the figure by Jacobi's method and B. Gauss-Seidel method. നമുക്ക് ആദ്യം മെഷ് വരയ്ക്കാം. ആ സ്ക്വയർ മെഷ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ചെറിയ മെഷാണ്. ഇതാണ് മെഷ്. ബൗണ്ടറി വാല്യൂസ് മെഷിൽ തന്നിട്ടുണ്ട്. നമുക്ക് del square u equal to 0 ഇതാണ് Laplace equation. You have to find out uxy at pivotal points. Find uxy at pivotal points. അപ്പോൾ ഇവിടുത്തെ pivotal points എന്ന് പറയുന്നത് u1, u2, u3, u4 അങ്ങനെ എടുക്കാം. First we need to find out initial values of u1, u2, u3, u4. ഇതിനെ initial values of u1, u2, u3, u4 കണ്ടുപിടിക്കണം. നമ്മൾ ചെയ്യാൻ പോകുന്നത് to get initial values of u1, u2, u3, u4, assume u4 equal to 0. u4 0 ആണെന്ന് assume ചെയ്യും. ഇതിൽ നോക്കണ്ട, ഇവിടെ 4 pivotal points ഉള്ളൂ. അപ്പോൾ അതിന് ചെറിയൊരു വ്യത്യാസം വരും. So we assume u4 equal to 0 by then applying diagonal formula. u1 കണ്ടുപിടിക്കാം. u1 will be equal to 1 by 4 into 1000 plus u4, that is 1000 plus 0. ഇത് 1000, ഇത് 0 plus 1000 plus 2000. അപ്പോൾ എത്ര വരും? u1 1000 എന്ന് കിട്ടും. ഈ പോയിന്റും ഈ പോയിന്റും ഈ പോയിന്റും ഈ പോയിന്റ് u1ന്റെ ഡയഗണൽ ഫോർമുല. ഇനി സ്റ്റാൻഡേർഡ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഫോർമുല യൂസ് ചെയ്ത് u2 is equal to 1 by 4 into 500 plus 1000 plus 1000 plus 0. 500 plus 1000 വന്ന് u1 വാല്യൂ 1000, പിന്നെ മേലത്തെ 1000, u4 0. എത്ര വരും? 625. Then u3 is equal to 1 by 4 into standard formula way u1 plus 500 plus u4 plus 2000, that is u1000 plus 500 plus u4 എത്രയാ? 0 plus 2000. 875. Then ഇനി നമുക്ക് u4 കണ്ടുപിടിക്കാം.
u4 is equal to 1 by 4 into 0 plus u2, that is 0 plus 625 plus 0 plus u3, 0 plus 675. അപ്പോൾ 375 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ വാല്യൂ ജേക്കബൈസ് മെത്തേഡ് ആയാലും ഗോസ് സീഡൽ മെത്തേഡ് ആയാലും ആദ്യം ഇനീഷ്യൽ വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനീഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാൻ u4 0 ആണെന്ന് അസ്യൂം ചെയ്തിട്ട് u1 വാല്യൂ ഡയഗണൽ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. u1 ഡയഗണൽ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ചതിൽ പിന്നെ നമ്മൾ u2 u3 u4 അതേ ഓർഡറിൽ u4 ലാസ്റ്റ് കണ്ടുപിടിക്കുക. u2 u3 u4 എല്ലാം സ്റ്റാൻഡേർഡ് 5 പോയിന്റ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. അപ്പൊ ഇതാണ് ഇനീഷ്യൽ വാല്യൂസ്. Now let us start. അപ്പൊ ഇനീഷ്യൽ വാല്യൂസ് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഓരോ മെത്തേഡ് യൂസ് ചെയ്ത് ഐറ്ററേറ്റ് ചെയ്യാം. ഐറ്ററേഷനിൽ നമ്മൾ സ്റ്റാൻഡേർഡ് 5 പോയിന്റ് ഫോർമുലയുടെ ഐറ്ററേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ജേക്കബൈസ് മെത്തേഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ജേക്കബൈസ് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജേക്കബൈസ് ഫോർമുല എഴുതാം. u1n+1 is equal to 2000 plus u2n plus 1000 plus u3n the whole into 1 by 4. Now u2n+1 is equal to 1 by 4 into u2 ആകുമ്പോൾ u1n plus 500 plus 1000 plus u4n. Then u3n+1 is equal to 1 by 4 into u1n plus 500 plus u4n plus 2000. Now u4n+1 is equal to 1 by 4 into u3n plus 0 plus u2n plus 0. അപ്പോൾ ഇതാണ് ജേക്കബൈസ് മെത്തേഡിലെ ജേക്കബൈസ് ഫോർമുല അല്ലെങ്കിൽ ജേക്കബൈസ് പോയിന്റ് ഫോർമുല. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ ആദ്യം സ്റ്റാൻഡേർഡ് ഫോർമുല എഴുതാം. ബൗണ്ടറി വാല്യൂ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോർമുലാസ് എഴുതാം. ജേക്കബൈയുടെ ഫോർമുല എഴുതി. ഇനി നമ്മൾ ഐറ്ററേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഐറ്ററേഷൻ ചെയ്യുമ്പോൾ എന്താണ്? പുട്ട് n equal to 0. Put n equal to 0. So u11 is equal to 1 by 4 into 2000 plus u2 of 0 at initial value 625 plus 1000 plus 875. അതുപോലെ ഇത് 1125. Then u21 is equal to 1 by 4 into u1n ആണ് വേണ്ടത്, അതായത് ഇനീഷ്യൽ വാല്യൂ 1000 plus 500 plus 1000 plus 375. Then u31 is equal to 1 by 4 into u1n 1000 plus 500 plus 375 plus 2000. അതുപോലെ u41 is equal to 1 by 4 into
u3 എന്ന് പറയുന്നത് u3 0 is 875 plus 0 plus u2 625 plus 0. അപ്പോൾ ഇതങ്ങ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര വരും നോക്കാം. u2 1 എന്ന് പറയുന്നത് 719 approximately 719 u3 969 u4 375. u4 375. അപ്പോൾ ഫസ്റ്റ് ഐറ്ററേഷൻ കഴിഞ്ഞു. ഇനി ഈ വാല്യൂസ് ഉപയോഗിച്ച് സെക്കൻഡ് ഐറ്ററേഷൻ ചെയ്യണം. Second iteration, put 10 equal to 1. അപ്പോൾ u12 is equal to 1/4 into 2000 plus 719 plus 1000 plus 969. u22 is equal to 1/4 into 1125 plus 500 plus 1000 plus 375. u32 is equal to 1/4 into 1125 plus 500 plus 375 plus 2000. Then u4 of 2 is equal to 1/4 into 969 plus 0 plus 719 plus 0. സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? 1172. ഇവിടെ നമ്മൾ ഒന്നിച്ചാണ് കണ്ടുപിടിക്കുന്നത്, കാരണം നമുക്ക് ഏറ്റവും പുതിയ വാല്യൂവിന്റെ ആവശ്യമില്ല, പഴയ ഐറ്ററേഷനിലെ വാല്യൂ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്നിച്ച് സോൾവ് ചെയ്താൽ മതി. പക്ഷെ ഗോസ് സീഡൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ u1 വരുമ്പോൾ ഈ u1 എടുത്ത് ഇവിടെ ഇടേണ്ടി വരും. നമുക്ക് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. u22 is equal to 750, u32 is equal to 1000, then u4 of 2 is equal to 422. സംഭവം എളുപ്പമാണ് ചെയ്യാൻ, പക്ഷെ കുറച്ച് ലെങ്തി ആണെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് u4 of 2 ആയി. ഇനി ഇതേപോലെ you have to continue the iterations till successive iterations give you values with negligible difference. അപ്പോൾ സെക്കൻഡ് iteration കഴിഞ്ഞു. ഇതേപോലെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ചെയ്യുമ്പോൾ you will get similarly u1 of 31188, u2 of 3774, u3 of 31024, റൗണ്ട് ചെയ്താണ് വരുന്നത്. u4 of 3438, then u1 of 4200, u2 for 782, u3 for 1032, u4 for 450, then u15 1204, u25 788, u35 1038,
u4 of 5 454, then u1 of 6 1206.5, u2 6 790, u3 6 1040, u4 6 456.5, u1 of 7 1208, u2 of 7 791, u3 of 7 1041, u4 of 7 458. No. u1 of 8 1208, u2 of 8 791.5, u3 of 8 1041.5, u4 of 8 458. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ 7th ഐട്രേഷനിലെയും 8th ഐട്രേഷനിലെയും വാല്യൂസ് തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. ബാക്കിയുള്ള ഐട്രേഷൻസ് വെച്ച് നോക്കുമ്പോൾ 7th and 8th ഐട്രേഷനിലെ വാല്യൂസ് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. വലിയ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് വി ക്യാൻ സ്റ്റോപ്പ്. നിങ്ങൾ എഴുതുക not much difference between, no significant difference between the 7th and 8th iteration values. അപ്പോൾ 8th iteration കിട്ടിയ വാല്യൂ ഫിക്സ് ചെയ്യാം, അത് റൗണ്ട് ചെയ്ത് എഴുതാം. hence u1 is equal to 1208, u2 is equal to 792, u3 is equal to 1042 and u4 is equal to 458. ഇതാണ് ആൻസർ. നിങ്ങൾ 791.5 ഇട്ടാലും കുഴപ്പമില്ല. മെഷിലെ വാല്യൂസ് എല്ലാം ഹോൾ നമ്പേഴ്സ് ആയതുകൊണ്ട് കണ്ടുപിടിച്ചതും അങ്ങനെ എഴുതി എന്നുള്ളതേ ഉള്ളൂ. ജേക്കബൈസ് മെത്തേഡിലെ പഴയ വാല്യൂസ് തന്നെ എടുത്താണ് ഫുൾ ഹൈഡ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയി പോയത്. Now let us move on to the second method. That is Gauss-Seidel method. Gauss-Seidel method ile u1 n plus 1 is equal to 1/4 into 2000 plus u2 n plus 1000 plus u3n. പഴയ ഫോർമുല തന്നെയാണ്, n എടുക്കുന്നതിന് വ്യത്യാസമേ ഉള്ളൂ. No. u2 of n plus 1 is equal to 1/4 into u1 plus 500 plus 1000 plus u4. അപ്പോൾ ഇവിടെ ഒരു u1 ഉണ്ട്. ഈ u1 ജേക്കബൈസ് മെത്തേഡിലെ പോലെ പഴയ u1 എടുക്കല്. കാരണം നമ്മൾ ഇവിടെ u1 of n plus 1 കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ u1 of n plus 1 കൊടുക്കുക. u4 കണ്ടുപിടിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എന്താ u4 of n ഉള്ളൂ. അതുപോലെ u3 of n plus 1 is equal to 1/4 into 2000 plus u4 of n plus u1 of n plus 1 plus 500. Then u4 of n plus 1 is equal to 1/4 into u3 of n plus 1 plus 0 plus u2 of n plus 1 plus 0. കണ്ടുപിടിച്ച വാല്യൂസ് ഉണ്ടെങ്കിൽ അത് തന്നെ പുതിയ പുതിയ വാല്യൂസ് യൂസ് ചെയ്ത് എഴുതാം. ഫോർമുല സെയിം, n ഇടുന്നതിലെ വ്യത്യാസം. നമ്മൾ ജേക്കബൈസ് മെത്തേഡിലായപ്പോൾ എല്ലാം പഴയ ഇറ്ററേഷനിലെ വാല്യൂ എടുത്തു. ഇവിടെ അങ്ങനെയല്ല, പുതിയ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വേണം ഉപയോഗിക്കാൻ. പുതിയ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ വേണം യൂസ് ചെയ്യാൻ. അതാണ് ഗോസ്-സീഡൽ മെത്തേഡ്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ കീപ് ഐട്രേറ്റിംഗ്. അപ്പൊ ഇങ്ങനെ ഐട്രേറ്റ് ചെയ്യാം.
first iteration n equal to 0, u1 of 1 is equal to 1 by 4 into 2000 plus 625 plus 1000 plus 875, that is 1125. u2 of 1 is equal to 1 by 4 into 1125, 1125 plus 500 plus 1000 plus 375, that is 750. u31 is equal to 1 by 4 into 2000 plus 375 plus 1125 plus 500, that is 1000. അപ്പോൾ നമ്മൾ എല്ലാം കണ്ടുപിടിച്ച് തന്നെ വരണം, ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല. u4 of 1 is equal to 1 by 4 into 1000 plus 0 plus 1000 plus 0 plus 750 plus 0, 438 approximate. അപ്പോൾ ഫസ്റ്റ് iteration കഴിഞ്ഞു. ഇനി second iteration, അപ്പോൾ n equal to 1. u1 of 2 is equal to 1 by 4 into 2000 plus 750 plus 1000 plus 1000 plus 1000, that is 1188. u2 of 2 is equal to 1 by 4 into 1188 plus 500 plus 1000, 500 plus 1000 plus 438, that is approximately 782. u3 of 2 is equal to 1 by 4 into 2000 plus 438 plus 1188, 438 plus 1188 plus 500, approximately 1032. Then u4 of 2 is equal to 1 by 4 into 1032 plus 0 plus 782 plus 0, that is approximately 454. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഐറ്ററേഷനിലെ വാല്യൂ കഴിഞ്ഞു. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ജേക്കബൈസ് ഐറ്ററേഷനിലെ ഫസ്റ്റ് ഐറ്ററേഷനിൽ നിന്ന് കിട്ടുന്ന വാല്യൂവിനേക്കാളും കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് വാല്യൂസ് ആണ് ഗോസ് സീഡൽ മെത്തേഡിൽ കിട്ടുന്നത്. കാരണം എന്താണ്? വി ആർ യൂസിങ് ദ ലേറ്റസ്റ്റ് വാല്യൂസ്. ഹിയർ വി ആർ യൂസിങ് ദ ലേറ്റസ്റ്റ് വാല്യൂസ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് ആക്യുറേറ്റ് റിസൾട്ടിലോട്ട് എത്താൻ പറ്റും. First iteration, then second iteration, എക്സാമിന് നിങ്ങൾ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണം എഴുതാൻ. ഒരു തവണ ജനറൽ ഫോമിൽ എഴുതുക, ഓരോ ഐറ്ററേഷനും സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കുക ചെയ്യാം. Similarly, u1 of 3 is equal to 1024, u2 of 1204, u2 of 3 789, u3 of 3 1040, u4 of 3 458. Now u1 for 1207, u2 for 791, u3 for 1041, u4 for 450.
458. No. U15 1208, U25 791.5, U35 1041.5, U45 458.25. But there is no significant difference between values in the fourth and fifth iteration. Fourth iteration, fifth iteration values തമ്മിൽ വലിയ significant difference ഇല്ല. So we can stop the iteration. Hence, final values at the mesh points are U1 is equal to 1208. U2 is equal to 792, U3 is equal to 1042 and U4 is equal to 458. പിന്നെയാണ് ജേക്കബൈസ് മെത്തേഡും ഗോസ് സീഡൽ ഐറ്ററേഷൻ ഉപയോഗിച്ച് ലാപ്ലേസ് ഇക്വേഷന്റെ ആക്യുറേറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്.